നമസ്കാരം. ഞാൻ ജയന്താണ്. എണ്ണടാ പണ്ണി വെച്ചിരിക്കെ ഇക്ക മമ്മൂക്ക പറയാൻ വാക്കുകളില്ല. 70 വയസ്സായ പറയുകയാണെങ്കിൽ കറക്റ്റായി പറയുകയാണെങ്കിൽ ഒരു കിളവൻ, പടുകിളവൻ ചെയ്തു വെച്ചേക്കുന്ന കണ്ടോ. കളിയാക്കിയതല്ല. കാര്യം ഇപ്പോഴും നമ്മുടെ ഈ എല്ലാ നാട്ടിലൊക്കെ ഉള്ള ഒരു 70 വയസ്സൊക്കെ ആയ എല്ലാവരും അവസ്ഥ എന്താണ്? ഒന്നുകിൽ കിടപ്പിലായിരിക്കാം, അല്ലെങ്കിൽ വടിയും കുത്തിയൊക്കെ നടക്കുകയായിരിക്കാം. പക്ഷേ നമ്മുടെ മമ്മൂക്ക എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഏജ് ആയവർക്കുള്ള ഒരു പ്രചോദനമാണ് ഈ ഇക്ക എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, അന്യായ ട്രെയിലറാണ്. ഇഷ്ടപ്പെട്ടു. മലയാളത്തിലെ ഒരു ചരിത്രം കുറിക്കും ഈ ഒരു പടം. നമ്മുടെ റോഷാക്കും നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്കോഡ് ഇതൊക്കെ ഏറ്റെടുത്തതുപോലെ എന്തായാലും ഈ ഒരു പടവും ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചിലപ്പോൾ ഏട്ടൻ ഫാൻസ് വന്ന് ചിലപ്പോൾ തകർക്കാൻ പടം. പിന്നെ തമിഴിലൊരു നടനുണ്ട്, ഒരു വിവരമില്ലാത്ത ഒരു കുറേ ഫാൻസ് ഉള്ള ഒരു നടൻ. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവർ ചിലപ്പോൾ വേണമെങ്കിൽ വന്ന് കുറ്റം പറയും കണ്ടിട്ട്. അവർക്ക് വിവരമില്ല, അവിടെ അവർ കുറ്റം പറയാം. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു സ്ക്രിപ്റ്റാണിത്. ഓസ്ലറിന് ശേഷം എനിക്ക് തോന്നുന്നു മിഥുൻ മാനുവൽ തോമസിൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റാണിത്. പുലിമുരുകൻ്റെ ഒക്കെ ഡയറക്ടർ വൈശാഖാണ് ഇതിൻ്റെ ഡയറക്ഷൻ. നമുക്ക് ഒരു പക്കാ മാസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാസ് കാണിച്ച ആൾ തന്നെ താഴോട്ടും പോയിട്ടുണ്ട്. അതും പറയണമല്ലോ ഈ സമയത്ത്. എന്തായാലും ഇക്ക നിങ്ങൾ മാസമാണ്. ഇതേപോലെ വേറെ ലെവൽ സാധനമാണ് നമ്മളിനി കാണാതിരിക്കുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇക്ക എന്താണ് കാര്യം, ഇക്കയ്ക്കൊരു പ്ലാനിങ് ഉണ്ട്. നമ്മുടെ ഏട്ടനെ പോലെ. നമ്മുടെ ഏട്ടൻ എന്ന് വെച്ചാൽ ഏട്ടൻ്റെ കൂടെ കുറേ അറിയാമല്ലോ, ഒരു എന്തൊക്കെ സംരംഭമാണെങ്കിലും പാഷാണത്തിൽ കൃമികളെന്ന് പറഞ്ഞ് കുറേ പേര് കാണുമല്ലോ. ഇത് ഏട്ടൻ്റെ ഡയലോഗാണ്. പക്ഷെ ഇതേപോലെ ഏട്ടൻ്റെ കൂടെയും കുറേ കൃമികളുണ്ട്. ഇവരാണ് ഏട്ടന് വരുന്ന കഥകൾ കേൾക്കുന്നത്, കഥ ഓക്കെ ആക്കുന്നത്. എൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല മറ്റൊരാളുടെ ഇഷ്ടം. നമ്മളൊരു 5 പേർക്കൊരു ഇഷ്ടം, ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ ഓക്കെയാണത്, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ചിലപ്പോൾ ഒരാളുടെ ഇഷ്ടമായിരിക്കാം ഏട്ടൻ ചിലപ്പോൾ ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇറങ്ങുന്ന എല്ലാ പടങ്ങളും ഫ്ലോപ്പായി പോകുന്നത്. അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഇക്ക ചെയ്യുന്നത് പോലെ പടങ്ങൾക്കൊരു സെലക്ഷൻ നമ്മുടെ ഏട്ടനും കൊടുക്കണം എന്ന് ഈ സമയത്ത് ഞാൻ പറയുകയാണ്. പക്ഷെ ഏട്ടൻ ഇത് കേൾക്കണമെന്നൊന്നുമില്ല. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ ബിസിനസ്സാണ് നോക്കുന്നത്. പൈസയാണല്ലോ നമുക്ക് വലുത്. പൈസ കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഏട്ടനറിയാം പുള്ളിക്കുള്ള ഹൈപ്പ് എപ്പോഴും അതേപോലെ തന്നെ കാണും. അതിന് ഒരു പടം ഇറങ്ങി വിജയിച്ചാൽ കിട്ടാവുന്നത് കാര്യമുള്ളൂ. അത് എന്തായാലും ഉടനെ വരും എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. എന്തായാലും ഇതേപോലെയൊക്കെ ആവാതിരിക്കട്ടെ ഏട്ടൻ്റെ കാര്യം. ഇത് കൊള്ളൂല എന്താ പറഞ്ഞത്. പക്ഷെ ഏട്ടനെ നമ്മൾ കുറ്റപ്പെടുത്തിയല്ല, പറഞ്ഞാണ്. എങ്ങനെയും ചിലപ്പോൾ ഇത് ഏട്ടൻ കണ്ടാലാ. നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ മെയിനായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് കത്തി ഞാൻ കണ്ടു, കത്തി സീൻസ്. നമുക്ക് തമിഴിലൊക്കെ കാണുന്ന ചില കത്തികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ മലയാളികളെ കൊണ്ട് പെട്ടെന്ന് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ അങ്ങനത്തെ കുറേ കോമാളി പടങ്ങളാണല്ലോ കണ്ടുവരുന്നത്. ഈ ആഴ്ച ഉണ്ടായിരുന്നു കുറച്ച് കോമാളി പടങ്ങൾ. നല്ല പടമാണെങ്കിൽ നല്ലതെന്നേ പറയും. ഇത് കൊള്ളായിരുന്നു സംഭവം, നല്ല നൈസ് സാധനം. പടം കൊള്ളായിരുന്നെങ്കിൽ ഞാൻ അതേ പറയും. പക്ഷെ കൊള്ളത്തില്ല. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നേ പറയും. പടത്തെ നശിപ്പിക്കുന്നതോ തുലയ്ക്കുന്നതല്ല. ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളുമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ആ സിനിമേനെ നമുക്ക് ഒരു ദിവസം എനിക്ക് നല്ലതായിട്ട് അറിയാം ഒരു സിനിമയുടെ പിറകിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പാടാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഔട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് ആരും കാണാതെ പോകുന്നത് ശരിയാണോ? കാര്യം ആരും കാണാത്ത കാര്യം എന്ന് വെച്ചാൽ അതിലൊരു നല്ല കണ്ടന്റ് ഇല്ല, അതാ സത്യം. എന്തായാലും
ടർബോ ടീമിനും എന്തായാലും ഉടനെ റിലീസാകുന്നുണ്ട്. എൻ്റെ ആശംസകൾ പടത്തിന്. ഈ പറഞ്ഞ എന്നെ കൊണ്ട് തന്നെ ആ സമയത്ത് ചീത്ത വിളിപ്പിക്കേണ്ടി വരുമോ? ഓക്കെ, ബൈ.